شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا يا ربي شكرا يا ربي. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാനരായ സഹോദര സഹോദരിമാരെ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സൂറത്തുൽ ഖിയാമ ആണ്. ഇതിലെ 6ാമത്തെ ആയത്താണ് ഇനി പഠിക്കാനുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യസ്അലു അയ്യാന യൗമുൽ ഖിയാമ. ഈ സൂറത്തിൻ്റെ പേരിനെ പോലെ തന്നെ ആ പേര് സൂചിപ്പിക്കുന്ന അതേ പദപ്രയോഗമാണ് ഈ ആയത്തിലുള്ളത്. യസ്അലു അയ്യാന യൗമുൽ ഖിയാമ. യസ്അലു അയ്യാന യൗമുൽ ഖിയാമ. ഖിയാമത്ത് നാൾ എപ്പോഴാണ് എന്ന് അവൻ ചോദിക്കുന്നു. തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞ ആയത്തുകളിൽ പുനർജന്മം നിഷേധിക്കുന്നവർക്ക് തകർപ്പൻ മറുപടി കൊടുക്കുകയായിരുന്നു അല്ലാഹു തആല. നിങ്ങളുടെ വിരൽ തുമ്പുകളെ വരെ അതേപോലെ സംവിധാനിച്ച് രണ്ടാമത് പുനഃസൃഷ്ടിക്കാൻ എനിക്ക് കഴിയും. എന്നിട്ടാണോ നിങ്ങളെ ബാക്കിയുള്ള ശരീരഭാഗങ്ങൾ ഒരുമിച്ച് കൂട്ടാൻ കഴിയാത്തത്? ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും ഇങ്ങനെയൊക്കെ സത്യം ചെയ്തിട്ടും അംഗീകരിക്കാത്ത ആളുകൾ പിന്നെ അവൻ ചോദിച്ചു നടക്കുകയാണ് പരിഹാസരൂപേണ, എപ്പോഴാണ് ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞ ഖിയാമത്ത് നാൾ വരിക? അവരറിയാൻ വേണ്ടിയുള്ള ചോദ്യമല്ല, പരിഹാസത്തിന് വേണ്ടിയുള്ള ചോദ്യം. യസ്അലു, അവൻ ചോദിക്കുന്നു, അയ്യാന, എപ്പോഴാണ്, യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാളെന്ന്. അയ്യാന എന്ന അറബിയിൽ പറഞ്ഞാൽ എപ്പോഴാണ്, ഭാവിയിൽ സംഭവിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ചോദിക്കാൻ ഉപയോഗിക്കുന്ന ഒരു കലിമത്താണത്. അയ്യാന ഒരു പദമാണ്. ഏതായാലും അവിശ്വാസിയായ മനുഷ്യൻ തൻ്റെ കഴിഞ്ഞ കാലം ഏതായാലും നഷ്ടപ്പെടുത്തി അല്ലേ? ഇതുവരെ വിശ്വസിക്കാതിരുന്നത് കൊണ്ട് കഴിഞ്ഞ കാലം അവനത് പോയി. ഇനി ഭാവിയിലും അത് നഷ്ടപ്പെടുത്തുന്നത് പോലെ തന്നെ ഇതേ തോന്നിവാസത്തിൽ തുടരാനാണ് അവൻ തീരുമാനിക്കുന്നത്. അങ്ങനെയാണ് തൊട്ട് മുമ്പുള്ള ആയത്തിൽ നമ്മൾ പഠിച്ചത് അല്ലേ? ഇനിയുള്ള കാലവും ഇതേ സത്യനിഷേധത്തിൽ തന്നെ തുടർന്ന് ആ പരാജയത്തിലേക്ക് തന്നെ വീണ്ടും പോകാനാണ് അവൻ്റെ തീരുമാനം. കഴിഞ്ഞത് ഏതായാലും പോയി, ഇനി വരാനുള്ള കാലത്തും അത് തന്നെയാണ് അവൻ്റെ തീരുമാനം. മരണാനന്തര ജീവിതത്തെ അവൻ നിഷേധിക്കുകയാണ്, അതിലെ അനുഭവങ്ങൾ അവൻ നിഷേധിക്കുകയാണ്. എന്നിട്ട് അവന് അതിൻ്റെ കൂടെ തന്നെ ചോദിക്കുകയാണ്, നിങ്ങളൊന്ന് പറഞ്ഞു തരും എപ്പോഴാണ് ഖിയാമത്ത് നാളുണ്ടാവുക? നിഷേധപൂർവം അവൻ പരിഹസിക്കുകയാണ് ഈ ചോദ്യത്തിലൂടെ ചെയ്യുന്നത്, അല്ലാതെ അറിയാനല്ല. അങ്ങനെ ഒന്നും നടക്കില്ല എന്നതാണ് അവൻ്റെ വിശ്വാസം. പിന്നെയും അവൻ ചോദിക്കുന്നത് എന്തിനാ? അത് നിഷേധിക്കാനാണ്, അല്ലെങ്കിൽ കളിയാക്കാനാണ്, പരിഹസിക്കാനാണ്. അല്ല, ഓന് നിഷേധിക്കുന്ന ആളാണല്ലോ, പിന്നെ ഇപ്പം എന്തിനാ അതെന്താ വരിക എന്ന് ചോദിക്കണത്? അപ്പം അതിൻ്റെ അർത്ഥം എന്താ? അത് കളിയാക്കിയ ചോദ്യമാണ് എന്ന്. ഖിയാമത്ത് നാൾ, യസ്അലു അയ്യാന യൗമുൽ ഖിയാമ. ഖിയാമത്ത് നാൾ എന്നാണ് എന്നവൻ ചോദിക്കുന്നു, എപ്പോഴാണ് എന്നവൻ ചോദിക്കുന്നു. ഖിയാമത്ത് നാൾ നമുക്കൊക്കെ ചെറുപ്പം മുതലേ നമ്മൾ കേട്ടു ശീലിച്ച ഒരു പദമാണ് അല്ലേ, യൗമുൽ ഖിയാമ. ഈമാൻ കാര്യങ്ങളിൽ പെട്ടതാണ് അതുകൊണ്ട് വിശ്വസിക്കുക എന്നത്, അന്ത്യനാൾ കൊണ്ട് വിശ്വസിക്കുക എന്നത്. അതായത് ഈ ലോകം നശിക്കും എന്ന വിശ്വാസം. അതില്ലാത്ത കുറേ ആൾക്കാർ ഈ ലോകത്തുണ്ട്. ലോകം നശിക്കും എന്നതൊന്നും അംഗീകരിക്കാൻ കഴിയാത്ത കുറേ ആൾക്കാർ ഈ ലോകത്തുണ്ട്. പല ടൈപ്പ് മനുഷ്യന്മാരല്ലേ. നമ്മളങ്ങനെയല്ല, നമ്മളിത് നശിക്കും എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. അള്ളാഹു മാത്രം അവശേഷിക്കുന്ന ഒരവസ്ഥ ഈ ലോകത്ത് വരും, ബാക്കി സർവവും നശിക്കും. ഈ വിശ്വാസം ഇല്ലാത്ത ആളുകൾ സത്യവിശ്വാസിയല്ല, മുഅ്മിന് എന്ന് അവനെക്കുറിച്ച് പറയില്ല. ഇനി അത് എന്നാണ് ഉണ്ടാവുക? എന്നാൽ പിന്നെ ഖിയാമത്ത് നാളിനെ കുറിച്ച് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അത് എപ്പോഴാണ് ഉണ്ടാകുക എന്നോ അതിൻ്റെ ഡേറ്റ് എന്താണെന്നോ എങ്ങനെയൊക്കെയാണെന്നോ അങ്ങനെയൊന്നും വിശദമായി വിശ്വസിക്കണമെന്നില്ല. ഖിയാമത്ത് നാൾ ഉണ്ടാകും എന്ന് വിശ്വസിക്കുക, ഇതാണ് മുഅ്മിനായ മനുഷ്യൻ ചെയ്യേണ്ടത്. കാരണം എന്താ? ബാക്കിയൊന്നും അറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെ പറഞ്ഞത് അങ്ങനെയാണല്ലോ. എനിക്കതിനെക്കുറിച്ച് അറിയില്ല എന്നാണ് പറഞ്ഞത്. അത് എന്നാ ഉണ്ടാവുക? അത് അള്ളാഹുവിന് മാത്രം അറിയുന്ന കാര്യമാണ്. എനിക്കതിനെക്കുറിച്ച് ഒരു വിവരവുമില്ല. മൽ മസ്ഊലു അൻഹാ ബിഅലമ മിനസ്സാഇൽ.
ചോദിക്കപ്പെട്ട ആൾക്ക് ചോദിച്ച ആളെക്കാളും വലിയ വിവരമൊന്നും ആ കാര്യത്തിലില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടത്തേക്ക് അറിയാത്ത സംഗതി നമുക്ക് പിന്നെ എന്തായാലും അറിയില്ലല്ലോ. അപ്പം അത് മൊത്തമായി വിശ്വസിക്കുക, ഖിയാമത്ത് നാൾ സംഭവിക്കും എന്ന് വിശ്വസിക്കുക. അതിനേറെ ആരെന്ത് പറഞ്ഞാലും അതിന് ചെവി കൊടുക്കാതിരിക്കുക. യുക്തിവാദികളോ നാസ്തികരോ ദൈവനിഷേധികളോ ഏതെല്ലാം തരത്തിലുള്ള ആളുകൾ അതിനെക്കുറിച്ച് പറഞ്ഞു, അവരുടെ പാട്ടിന് പോയിക്കോട്ടെ. ഖിയാമത്ത് നാളുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മൾ. ആ ഖിയാമത്ത് നാളിൽ വിചാരണയും പിന്നെന്താണ് പറയുക, ഹിസാബും കിതാബും സിറാത്തും ഒക്കെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ. അപ്പോഴേ ലോകത്തിനൊരു നീതി പൂർത്തിയാവുകയുള്ളൂ. ഈ ദുനിയാവിൽ ഇങ്ങനെ പല നിലക്കും കഷ്ടപ്പെടുന്ന, അടിച്ചമർത്തപ്പെടുന്ന, പല പ്രയാസങ്ങൾക്കും വിധേയരാകുന്ന ആളുകൾക്ക് ശരിയായ നീതി വാങ്ങിക്കൊടുക്കാൻ അള്ളാഹുവിന് മുമ്പിൽ ഒരു അവസരം വേണ്ടേ? അങ്ങനെയാണ് മരിച്ചുപോയ എന്താ ലോകത്തിൻ്റെ അവസ്ഥ? തോന്നിയ ആൾക്കാർ തോന്നിയതുപോലെ ചെയ്തിട്ട് ബാക്കിയുള്ള പാവങ്ങൾ അടിച്ചമർത്തിയിട്ട് അങ്ങനെ മുന്നോട്ട് പോവുകയെ. അതിനൊരു നീതി, ഒരു തിരിച്ചുള്ള പ്രതികാരം ചെയ്യാൻ അവസരം കിട്ടണ്ടേ? ഈ ദുനിയാവ് മാത്രമുള്ളൂ എങ്കിൽ എങ്ങനെ അത് കിട്ടുക? അപ്പോൾ ഈ ദുനിയാവ് മുഴുവൻ നശിച്ച് മറ്റൊരു ലോകം വരാനുണ്ട്, അവിടെ ഹിസാബും കിതാബും ഒക്കെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ. ഖിയാമത്ത് നാൾ എന്നാണെന്ന് നമുക്കറിയില്ല. പക്ഷേ ഖിയാമത്ത് നാൾ എന്ന് വരും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ചില സൂചനകൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ചെറിയ അടയാളങ്ങളും വലിയ അടയാളങ്ങളും അല്ലേ, പല അവസരങ്ങളിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുഅ്മിനായ മനുഷ്യൻ, ബുദ്ധിയുള്ള മനുഷ്യൻ എന്ത് ചെയ്യണം? ആ ലക്ഷണങ്ങൾ കാണുമ്പോൾ അതിനനുസരിച്ച് മനസ്സിലാക്കണം, അവസാന നാൾ അടുത്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനവും അവിടുത്തെ വഫാത്തും ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങളാണ് എന്നാണ്. അത് അവിടെ നിന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ വരവും അന്ത്യനാളും ഇതുപോലെ അടുത്താണോ എന്ന് നടുവിരലും ചൂണ്ടുവിരലും ചേർത്ത് പിടിച്ചുകൊണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ് എന്നർത്ഥം. ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട് വിഷയം. അവിടുത്തെ വഫാത്തും ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ് എന്ന് വേറൊരു ഹദീസിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് തന്നെ അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വഫാത്ത് ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ്. ഔഫ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു തബൂക്ക് യുദ്ധം നടക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ചെന്നിട്ട്, അപ്പോൾ തുകൽ കൊണ്ട് നിർമ്മിച്ചൊരു കൂടാരത്തിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് ഔഫ് ഇബ്നു മാലിക് എന്നവർ വന്നപ്പോൾ ഔഫ് ഇബ്നു മാലിക്കിനോട് കുറച്ച് കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തു. അതായത് അന്ത്യദിനത്തിന് മുമ്പായി, ഖിയാമത്ത് നാളിന് മുമ്പായി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അതിലൊന്നായിരുന്നു എൻ്റെ മരണം, അതായത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത്. അപ്പോൾ അവിടുത്തെ ജനനവും മരണവും ഖിയാമത്തിൻ്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ്. നമ്മൾ സാന്ദർഭികമായി അതിൻ്റെ അടയാളം എന്ന് പറഞ്ഞു നോക്കുക, നമുക്ക് അറിയാവുന്ന അടയാളങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന അടയാളങ്ങൾ. പിന്നെ ആകസ്മികമായ മരണം, അതും ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ് എന്ന് ഹദീസുകളിൽ കാണാം. ആളുകൾ ആകസ്മികമായി പെട്ടെന്ന് മരിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ എണ്ണിയിട്ടുണ്ട്. ഒരു പ്രത്യേക രോഗം കാരണം ആടുകൾ മരിച്ചു വീഴുന്നത് പോലെ മനുഷ്യന്മാർ പെട്ടെന്ന് മരണപ്പെട്ടു പോകും. ഒരു പ്രത്യേക രോഗമാണ്, അതായത് ഖുനൂസ് എന്നൊക്കെ അതിനെ പറയാറുണ്ട്. ഖുനൂസ്, ഈ രോഗം ബാധിച്ച ആടുകളുടെ മൂക്കിൽ നിന്നൊരു ദ്രാവകം കൊണ്ട് വരും, ആ വന്ന ഉടനെ തന്നെ എന്താവും, അത് പെട്ടെന്ന് ചാവുകയും ചെയ്യും. ഇതൊരു പകർച്ചവ്യാധി ആയതുകൊണ്ട് തന്നെ മറ്റുള്ള മൃഗങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് പടരുകയും ഒന്നടങ്കം ചത്തൊടുകയും ചെയ്യുന്ന ഒരവസ്ഥ വരും. ഇപ്പോൾ ഇതുമായി തട്ടിച്ച് നോക്കിയാൽ ഇന്നിപ്പോൾ കുറേ കാര്യങ്ങൾ നമുക്കറിയാം അല്ലേ. പ്ലേഗ് പോലെയുള്ള മറ്റ് ഇങ്ങനത്തെ പകർച്ചവ്യാധികളൊക്കെ പകർന്നു പിടിച്ച ആളുകൾ കൂട്ടത്തോടെ മരിച്ചു വീഴുന്ന നിരവധി സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നടന്നുപോയ കൊറോണ അടക്കം അല്ലേ, വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്ന പകർച്ചവ്യാധികൾ, പല ആളുകളും അതുമൂലം മരണപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഇതൊക്കെ ആകസ്മിക മരണങ്ങളും ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ്. പിന്നെ കുഴപ്പങ്ങൾ വ്യാപിക്കുക എന്നതും ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിയോഗത്തോടു കൂടി തന്നെ കുഴപ്പങ്ങളുടെ വ്യാപനം ആരംഭിച്ചിട്ടുണ്ട്. ഏകദേശം രാഷ്ട്രീയമായ, മതപരമായ, സാമ്പത്തികമായ, ധാർമ്മികമായ, സദാചാര രംഗങ്ങളിലൊക്കെ അന്ന് മുതൽ ഇന്ന് വരെ കുഴപ്പങ്ങൾ പ്രകടമാണ്. സുബ്ഹാനല്ലാഹ്. പിന്നെ ആകാശത്ത് നിന്നും തിന്മകൾ വരും, ഇത് ഖിയാമത്ത് നാളിൻ്റെ അടയാളമായി എണ്ണിയിട്ടുണ്ട്. എന്താ പോയി പറഞ്ഞത്? ആകാശത്ത് നിന്ന് തിന്മകൾ വരും. അവസാന കാലത്ത് തിന്മകൾ വ്യാപിക്കുമെന്നത് പല ഹദീസുകളിലുണ്ട്. പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട് ആകാശത്ത് നിന്ന് തിന്മകൾ വരുന്നു എന്ന് പറഞ്ഞാൽ. ഹുദൈഫ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട്, തിന്മ നിങ്ങളുടെ മേൽ ചൊരിയപ്പെടും, എന്നിട്ട് അത് ഫയാഫി വരെ എത്തും. അപ്പോൾ
അപ്പം എന്താണ് ഫയാഫി എന്ന് സഹാബികൾ ചോദിച്ചപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു, അത് വരണ്ട ഭൂമിയാണ്, വരണ്ട ഭൂമിയാണത് എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ എല്ലാ മുക്കുമൂലകളിലും മരുഭൂമികളിലും വരെ ഇതെത്തും എന്ന്. തിന്മകൾ മുകളിൽ നിന്ന് നിങ്ങളുടെ മേൽ ചൊരിഞ്ഞ് അത് ഫയാഫി വരെ എത്തും എന്ന് പറഞ്ഞാൽ, വരണ്ട ഭൂമികൾ വരെ എത്തും എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് മരുഭൂമികളിലടക്കം. അതൊക്കെ ശരിക്കും നമുക്ക് വ്യക്തമാകുന്ന സംഗതികളല്ലേ. ഇന്ന് പിന്നെ ധാർമ്മിക സദാചാര രംഗത്ത് ലോകത്ത് ഉള്ള സാറ്റലൈറ്റുകൾ അല്ലേ, ഇതൊക്കെ ആകാശത്തുള്ള സംഗതികളാണ്. ഈ സാറ്റലൈറ്റുകൾ എന്ത് പങ്കാണ് വഹിക്കുന്നത് എന്ന് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. ലോകത്തിൻ്റെ സദാചാരം നിയന്ത്രിക്കുന്നതിൽ, ലോകത്ത് നന്മകൾ വ്യാപിപ്പിക്കുന്നതിൽ, അതല്ലെങ്കിൽ തിന്മകൾ പരത്തുന്നതിൽ. നന്മകളൊന്നുമില്ല, വെറും തിന്മകളാണുള്ളത്. ഡാൻസും വേണ്ടാത്ത കാര്യങ്ങളും ഇങ്ങനെ സാറ്റലൈറ്റ് വഴി ആകാശത്തിൽ നിന്നിങ്ങനെ നമ്മുടെ മേലെ പ്രക്ഷേപണം ചെയ്ത് കോരിച്ചൊരിയുകയാണ്. എന്നിട്ട് അത് എവിടം വരെ എത്തി? വരണ്ട ഭൂമികൾ വരെ, മരുഭൂമികളിൽ വരെ ഇന്ന് രാത്രി മുച്ചൂടും ആട്ടും പാട്ടവുമാണ്. ഡെസേർട്ട് സഫാരികളും മറ്റുമൊക്കെയായി എന്താണ് പറയുക, ടെൻറ്റുകൾ കെട്ടി തിന്മകൾ നിറഞ്ഞാടുന്ന ഒരു രംഗം ഇന്ന് നമുക്ക് അനുഭവിച്ചറിയാവുന്ന സംഗതികളാണ്. അപ്പോൾ ആകാശത്ത് നിന്നും തിന്മകൾ വരും എന്ന് പറഞ്ഞാൽ എന്തെന്നൊക്കെ മനസ്സിലായോ? സുബ്ഹാനല്ലാഹ്, ഖിയാമത്തിൻ്റെ അടയാളങ്ങളാണ്. യുദ്ധങ്ങളും പോരാട്ടങ്ങളും കനക്കും, ഇതും ഖിയാമത്തിൻ്റെ അടയാളങ്ങളാണ്. ഭൂമുഖത്ത് ധാരാളം യുദ്ധങ്ങളും ഏറ്റുമുട്ടലുകളും നടക്കും. അത് വിശ്വാസികളും അവിശ്വാസികളും മാത്രമല്ല, വിശ്വാസികൾക്കിടയിൽ പോലും യുദ്ധങ്ങൾ വർദ്ധിച്ചു വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ഹദീസുകളിൽ അവസാന ഈ കാലത്തുള്ള യുദ്ധങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരടയാളമാണ് ഇസ്ലാമിക പ്രമാണങ്ങളിലെ അജ്ഞതയും അവിവേകവും. പ്രമാണങ്ങളെക്കുറിച്ച് ഒരു അറിവില്ലാതിരിക്കുക, പിന്നെ അജ്ഞത വ്യാപിക്കുക, ദീനീപരമായ വിജ്ഞാനം കുറഞ്ഞു വരിക, അജ്ഞത വ്യാപിക്കുക. അവസാന കാലത്ത് ഒരു ജനത വരും, അവർ ചെറുപ്പക്കാരും വിവേകമില്ലാത്തവരുമായിരിക്കും. അവർ സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമൻ്റെ വാക്കുകൾ, അതായത് എൻ്റെ വാക്കുകൾ അവർ പറയും. പക്ഷേ അവർ ഖുർആൻ ഓതും, പക്ഷേ അത് അവരുടെ തൊണ്ടകൾക്കപ്പുറം ഇറങ്ങിപ്പോവുകയില്ല. എന്താണ് പറയുക, അവരത് ജീവിതത്തിൽ കാണുകയില്ല. ഇങ്ങനത്തെ ചില ആളുകൾ വരാനുണ്ട് എന്ന് പറഞ്ഞാൽ വിവേകമോ പക്വതയോ ദീനിയായ അറിവുകളോ ഒന്നുമില്ലാത്തൊരു സമൂഹം വരും എന്നർത്ഥം. ഇതും ഖിയാമത്തിൻ്റെ അടയാളമാണ്. പിന്നെ സമ്പൽ സമൃദ്ധി വർദ്ധിക്കും എന്നതും ഖിയാമത്തിൻ്റെ അടയാളമാണ്. ഇസ്ലാമിൻ്റെ ആയുർഭകാലത്ത് അതൊക്കെ പോട്ടെ, നമ്മളെ തന്നെ വാപ്പവല്ലിപ്പന്മാരുടെ കാലത്തൊക്കെ ദാരിദ്ര്യം നിറഞ്ഞാടിയിരുന്ന, കഷ്ടപ്പാടുകൾ നിറഞ്ഞിരുന്ന ഒരു സമയമായിരുന്നു. പക്ഷേ ഇപ്പോഴോ അന്ന് പല ആളുകൾക്കും വയറ് നിറച്ച് ആഹാരം കഴിക്കാനോ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനോ കഴിയില്ലായിരുന്നു. ഉടുതുണിക്ക് മറുതുണിയില്ലായിരുന്നു. ഇന്ന് ആളുകളുടെ അവസ്ഥ ആകെ മാറി. ഇന്ന് വളരെ സാമ്പത്തികമായ പുരോഗതി കൈവരിച്ചു. എല്ലാവർക്കും സമ്പൽ സമൃദ്ധി ഉണ്ടായി, അല്ലേ? ഇനിയും വരുന്ന ആളുകൾ ഇത് ഇരട്ടിക്കാനേ പോകുന്നുള്ളൂ. അപ്പോൾ ഇത് ഖിയാമത്തിൻ്റെ അടയാളമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എത്രത്തോളം എന്ന് പറഞ്ഞാൽ അബൂ ഹുറൈറ തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന റളിയല്ലാഹു അൻഹു ഹദീസിൽ ഇങ്ങനെ കാണാം, അന്ത്യദിനം പിന്നെ വരികയില്ല സമ്പത്ത് വർദ്ധിച്ചൊഴുകുന്നത് വരെ. എന്ന് പറഞ്ഞാൽ ആകാൻ സമ്പൽ സമൃദ്ധി ഉണ്ടായതിൻ്റെ ശേഷം ഖിയാമത്ത് നാൾ ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞാൽ എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഒരാൾ തൻ്റെ സക്കാത്ത് കൊടുക്കാൻ വേണ്ടി പുറപ്പെടും, പക്ഷേ സക്കാത്ത് വാങ്ങാൻ ആളെ കിട്ടൂല. അല്ലാ. അതുപോലെ തന്നെ അറബ് എന്താണ് പറയുക, ചെറിയ 100 ദീനാർ പോലെയുള്ള സംഖ്യകളൊക്കെ വളരെ ചെറിയ സംഖ്യകളായ ആളുകൾക്ക് അനുഭവപ്പെടുകയും ചെയ്യും. ഇന്നിപ്പോൾ നമുക്കിപ്പോൾ 100 റുപ്യ ഒന്നും അല്ല, അല്ലേ? സുബ്ഹാനല്ലാഹ്. അപ്പോൾ സമ്പൽ സമൃദ്ധി വർദ്ധിക്കുക എന്നത് ഖിയാമത്തിൻ്റെ അടയാളമാണ് എന്ന്. അക്രമികളുടെ അരങ്ങേറ്റം, എല്ലാ തരത്തിലുള്ള അക്രമങ്ങളും നിറഞ്ഞാടുന്നൊരു സ്വഭാവം ഖിയാമത്തിന് മുമ്പ് സംഭവിക്കും. എല്ലാ കാലത്തും അക്രമികൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ജനങ്ങളെ ദ്രോഹിക്കുന്ന, ആക്രമിക്കുകയും ചെയ്യുന്ന അക്രമികളുടെ വ്യാപനം ഖിയാമത്തിൻ്റെ തൊട്ട് മുമ്പ് വളരെ വിശാലമായ അർത്ഥത്തിൽ സംഭവിക്കും എന്നാണ്. ആളുകളെ വെറുതെ അടിക്കുന്ന, അന്യായമായി ആക്രമിക്കുന്ന ആളുകൾ. കൊലപാതകങ്ങൾ വർദ്ധിക്കും എന്നതും ഖിയാമത്തിൻ്റെ അടയാളമാണ്. കൊലപാതകങ്ങൾ വർദ്ധിക്കും. ഇന്നിപ്പോൾ അതൊരു വാർത്തയല്ലാതായി മാറി, അല്ലേ? സുബ്ഹാനല്ലാഹ്. പിന്നെ എന്താണ് പറയുക, ഏറ്റവും ചുരുങ്ങിയത് 10 കൊലപാതകങ്ങളുടെ വാർത്തയെങ്കിലും പ്രാദേശിക പത്രങ്ങളുടെ താളുകളിൽ തന്നെ ഇന്ന് കാണാവുന്ന അവസ്ഥയാണ്. അപ്പോൾ കൊല്ലുക എന്നത്, അല്ലെങ്കിൽ ഒരാൾ കൊല്ലപ്പെട്ടു എന്നത് കേൾക്കുന്നത് ഇന്ന് ആളുകൾക്ക് വലിയൊരു വിഷയമൊന്നും അല്ലാതായി മാറിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇപ്പോൾ അതിന് പുറമെ യുദ്ധങ്ങളിലൂടെയും മറ്റൊക്കെ കൊല്ലപ്പെടുന്നവരുടെ എണ്ണം അത് നാൾക്ക് നാൾ വർദ്ധിച്ചു വരികയാണ്. അത് 1-2 ഒന്നല്ല, മില്യൺ കണക്കിന് ആളുകളാണ്. 1-ാം ലോക മഹായുദ്ധത്തിൽ 15 മില്യൺ ആളുകൾ, 2-ാം ലോക മഹായുദ്ധത്തിൽ 65 മില്യൺ ആളുകൾ, പിന്നെ വിയറ്റ്നാം യുദ്ധം, റഷ്യൻ ആഭ്യന്തര യുദ്ധം, ഇറാൻ ഇറാഖ് യുദ്ധം, ഇറാഖ് അഫ്ഗാനിസ്ഥാൻ അധിനിവേശം, ഇവിടെയൊക്കെ കൊല നടത്തിയവർക്കും കൊല്ലപ്പെട്ടവർക്കും ഇത് എന്തിനിത് ചെയ്തു എന്ന് പോലും, ഈ അപരാധം എന്തിനു ചെയ്തു എന്ന് പോലും അറിയാത്ത അവസ്ഥയാണ്.
ഇങ്ങനെ നിരവധി അടയാളങ്ങൾ ഇൻഷാ അല്ലാഹ് കുറച്ചുകൂടെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.